ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറെ പ്രത്യേകതകളുള്ള ഒത്തിരി ഉപയോഗിക്കുന്ന വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് രണ്ട് ഉപയോഗങ്ങൾ. ഒന്ന്, ഇത് അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഞാൻ വളരെ സ്മാർട്ടാണ്, എൻ്റെ അവസ്ഥയെ കാണിക്കുക, അല്ലെ ഞാനൊരു അധ്യാപകനാണ്, ഞാൻ എന്തായിരിക്കുന്നു, എങ്ങനെ ആയിരിക്കുന്നു, അതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഈ വെർബ് ഉപയോഗിക്കും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സാന്നിധ്യം, നാം എവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്, ഞാൻ വീട്ടിലുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയും ഈ വെർബ് ബിയുടെ രൂപങ്ങൾ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് ഫോമിൽ നമ്മൾ കാണുകയുണ്ടായി ഇതിന് 3 രൂപങ്ങളുണ്ട്. ആം, ഈസ്, ആർ. ഇത് ഈ വെർബിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് നമ്മൾ കാണുകയുണ്ടായി. മറ്റെല്ലാ വെർബ്സിനും 2 എണ്ണേ ഉള്ളൂ പ്രസന്റ് ഫോമില്, പ്ലൂറലും സിംഗുലർ, അല്ലെ സിംഗുലറും പ്ലൂറലും. കം, കംസ്, കം എന്നുള്ള പ്ലൂറലാണ്, കംസ് ആണ് സിംഗുലർ, മറക്കരുത്. എന്നാൽ ഇതിന് 3 എണ്ണം. ഈസ് ആണ് സിംഗുലർ, ആറ് പ്ലൂറല്, ആം എന്നുള്ളത് ഐക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ഐയെ കുറിച്ച് നമ്മൾ കണ്ടു. ഇംഗ്ലീഷ് ഭാഷയിൽ ഐ, ഞാൻ, ഒരാളാണെങ്കിലും മിക്കപ്പോഴും അത് പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്ലൂറല് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിലാണ്. പക്ഷെ ഐ ഒരാളാണെങ്കിലും മിക്കപ്പോഴും അത് പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും, അത് നമ്മൾ കാണും. ചിലപ്പോൾ പ്രത്യേകമായിട്ട് ഇതുപോലെ ആം ഐ എന്ന് വെച്ച് ഉപയോഗിക്കും, അല്ലെങ്കിൽ അയാം, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ 4ാമത്തെ വാചകമാണ് ഇന്ന് കാണുന്നത്. നമ്മൾ കാണുകയായിരുന്നു ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണോ. അതിന്റെ ചോദ്യം ആം കൊണ്ടുവന്ന് മുൻപിലിടും. നമ്മൾ കാണുകയുണ്ടായി ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു ഭാഗം ഉള്ളെങ്കിൽ പോലും ആം എന്നുള്ളത് ഒരു വാക്കാണ്, അത് അതേപടി തന്നെ മുൻപിലിടും. മറ്റു ചിലയിടത്തൊക്കെ കണ്ടതുപോലെ ഇങ്ങനെ മുറിക്കൊന്നുമില്ല, രണ്ടാക്കിയൊന്നുമില്ല. അപ്പൊ ആം ഐ ഹാപ്പി, ഞാൻ സന്തോഷവാനാണോ. പിന്നെ അതിന്റെ നെഗറ്റീവ്, ഞാൻ സന്തോഷവാനല്ല, ഐ ആം നോട്ട് ഹാപ്പി. ഇത് ഷോർട്ട് ഫോം നമ്മൾ ഉപയോഗിക്കില്ല, ഐ ആമിൻ്റെ എന്നൊന്നും പറയില്ല, ഐ ആം നോട്ട് ഹാപ്പി എന്ന് തന്നെ പറയണം. ഇന്ന് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. ഐ ആം നോട്ട് ഹാപ്പി, നെഗറ്റീവിന്റെ ചോദ്യം. ഞാൻ സന്തോഷവാനല്ലേ, ഞാൻ സന്തോഷവാനല്ല എന്നൊരു ചോദ്യമാണ്. ഞാൻ സന്തോഷവാനല്ലേ. അത് ഇംഗ്ലീഷിൽ 2 രീതി പറയും. ഒന്ന്, ആം ഐ നോട്ട് ഹാപ്പി. അവിടെ നമ്മൾ ഓർക്കണം ആമിൻ്റെ ഐ ഹാപ്പി, ആമിൻ്റെ ഐ ഹാപ്പി അങ്ങനെ പറയില്ല ഇംഗ്ലീഷിൽ. ഒന്നിലും ഇങ്ങനെ പറയാം, ആം ഐ നോട്ട് ഹാപ്പി, ആം ഐ നോട്ട് ഹാപ്പി, ഞാൻ സന്തോഷവാനല്ല, ആം ഐ നോട്ട് ഹാപ്പി, ആം ഐ നോട്ട് ഹാപ്പി. അല്ലെങ്കിൽ ഇതേ രീതി പറയും. ആറിൻ്റെ എന്നല്ല ഇത് ഉച്ചരിക്കുന്നത്, ആണ്ടെന്നാണ്, ആണ്ട് ഐ. ആറ് പ്ലൂറിലാണ്, പക്ഷെ ഇവിടെ ഇതിന്റെ കൂടെ നെഗറ്റീവിൽ ഉപയോഗിക്കും. ഇവിടെ ഒന്നും ഉപയോഗിച്ചേക്കരുത്, അത് തെറ്റാവും. നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ ഇത് ഉപയോഗിക്കും. അപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ 2 രീതിയിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ, റിട്ടൺ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ആം ഐ നോട്ട് ഹാപ്പി, ഞാൻ സന്തോഷവാനല്ലേ. അല്ലെങ്കിൽ ആണ്ട് ഐ ഹാപ്പി. ആണ്ട്, ആ നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ കൊണ്ട് നോട്ട് വയ്ക്കണ്ട. ആണ്ട് ഐ ഹാപ്പി. ഇവിടെ നോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഈ നോട്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ആമിൻ്റെ ഒന്നും ഒരിക്കലും പറയരുത്. ആം ഐ നോട്ട് ഹാപ്പി, ഞാൻ സന്തോഷവാനല്ലേ. ആം ഐ നോട്ട് സ്മാർട്ട്, ഞാൻ സ്മാർട്ട് അല്ലേ. ആം ഐ നോട്ട് ടയേർഡ്, ഞാൻ ക്ഷണിതനല്ലേ. അല്ലെങ്കിൽ ആണ്ട് ഐ, ഓക്കെ, ആണ്ട്, ആറിന്റെ അല്ല, ആണ്ട്. ആണ്ട് ഐ ഹാപ്പി, ഞാൻ സന്തോഷവാനല്ലേ. ആണ്ട് ഐ സ്മാർട്ട്, ഞാൻ സ്മാർട്ട് അല്ലേ. ആണ്ട് ഐ ടയേർഡ്, ഞാൻ ക്ഷണിതനല്ലേ. ഇതുപോലെ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒത്തിരി ലക്ഷക്കണക്കിന് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അർത്ഥം വരുന്നത് നമ്മൾ ഉപയോഗിക്കണം. എപ്പോഴും പറയുന്ന പോലെ ഇതുപോലുള്ള വാക്കുകൾ, എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമതയുള്ള, എഫിഷ്യൻലി എന്ന് പറയുമ്പോൾ കാര്യക്ഷമതയോടുകൂടി, എഫിഷ്യൻസി കാര്യക്ഷമത, അങ്ങനെ പല വാക്കുകൾ ഇംഗ്ലീഷുണ്ട് മലയാളത്തിലുള്ള പോലെ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കാര്യക്ഷമതയുള്ള, ആ അർത്ഥം വരുന്ന വാക്കുകളാണ് ഇതൊക്കെ. പങ്ക്ച്വലായ, കൃത്യനിഷ്ഠതയുള്ള, ദുഃഖിതനായ, ദുഃഖിതയായ, ദുഃഖമുള്ള. മലയാളത്തിൽ പല വാക്കുകളുണ്ട് ഇതിന്, അല്ലെ. ദുഃഖിതയായ, ദുഃഖമുള്ള, ദുഃഖിതനായ. അതിന് എല്ലാത്തിനും ഇംഗ്ലീഷിൽ സാഡ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എല്ലാം അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ആം ഐ നോട്ട് എ ടീച്ചർ, ആം ഐ നോട്ട് എ ടീച്ചർ, ഞാനൊരു അധ്യാപകനല്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ആം ഐ നോട്ട് എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥിയല്ലേ. ആം ഐ നോട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ അല്ലേ. ആം ഐ നോട്ട് യുവർ നൈബർ, ഞാൻ നിങ്ങളുടെ അയൽവാസിയല്ലേ. ആം ഐ നോട്ട് യുവർ നൈബർ, ഞാൻ നിങ്ങളുടെ അയൽവാസിയല്ലേ. അത് അല്ലെങ്കിൽ ആണ്ട് ഐ, അല്ലെ, ആണ്ട് ഐ എ ടീച്ചർ, ആണ്ട് ഐ എ ടീച്ചർ, ഞാനൊരു അധ്യാപകനല്ലേ. ആണ്ട് ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ അല്ലേ. ആണ്ട് ഐ എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥിയല്ലേ. അങ്ങനെ ഉപയോഗിക്കാം.
ഇതുപോലെ തന്നെ am I not her brother, am I not her brother, ഞാൻ അവളുടെ ബ്രദർ അല്ലേ, am I not their friend, ഞാൻ അവരുടെ ഫ്രണ്ട് അല്ലേ, അല്ലെങ്കിൽ ആണ്ട് ഐ വെച്ച് ഉപയോഗിക്കുക. രണ്ടും ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കാതിരുന്നാൽ മതി. ആണ്ട് ഐ ഹെർ ബ്രദർ, ഞാൻ അവളുടെ ബ്രദർ അല്ലേ, ആണ്ട് ഐ their friend, ഞാൻ അവരുടെ ഫ്രണ്ട് അല്ലേ. ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രസന്റ് ഫോമില് ഐയുടെ കാണിക്കരുത് 4 തരം വാചകങ്ങളാണ് കണ്ടത്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. അതിന്റെ ചോദ്യം ആം ഐ ഹാപ്പി, ഞാൻ സന്തോഷവാനാണോ. നെഗറ്റീവ് ഐ ആം നോട്ട് ഹാപ്പി, ഞാൻ സന്തോഷവാനല്ല. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആം ഐ നോട്ട് ഹാപ്പി അല്ലെങ്കിൽ ആണ്ട് ഐ ഹാപ്പി. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ എപ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി കണ്ടെത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം മലയാളം പറയുന്നു, മറ്റയാൾ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു. 10 പ്രാവശ്യങ്ങൾ ഓരോ വാചകവും നമ്മൾ ആവർത്തിക്കണം. അങ്ങനെ നമ്മൾ പഠിക്കണം. അരമണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂർ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് പഠിക്കുക ഇംഗ്ലീഷ്. വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കണേ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ.
ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 11ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല. പക്ഷെ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരലാണ്. സാധാരണ എസ് വരുന്നത് സിംഗുലർ ആണ്, ചിലരുടെ ഇവിടെ IES എന്നൊക്കെ ആയിരിക്കാം. അർത്ഥം ഒന്ന് തന്നെയാണ്, ഒന്ന് പ്ലൂരൽ മറ്റേത് സിംഗുലർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. grow, grew, grown, blow, blew, blown, fly, flew, flown, throw, threw, thrown, know, knew, known, draw, drew, drawn, withdraw, withdrew, withdrawn. വെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ്. ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ED എന്നോ കൂട്ടിച്ചേർത്തല്ല, മൂന്ന് രീതിയിലാണ് അല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വരുന്ന വെർബുകളിലൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ED എന്നോ ഈ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ്. അപ്പൊ നമുക്കവ കാണാം. preach, preached, preached, prepare, prepared, prepared, pretend, pretended, pretended, pump, pumped, pumped, rain, rained, rained, reduce, reduced, reduced, reject, rejected, rejected, reply, replied, replied, sow, sowed, sowed, scrub, scrubbed, scrubbed, shave, shaved, shaved, sigh, sighed, sighed, sip, sipped, sipped, smash, smashed, smashed, stay, stayed, stayed, waste, wasted, wasted, wave, waved, waved, wine, wined, wined, wave, waved, waved, worry, worried, worried, wrap, wrapped, wrapped, wonder, wondered, wondered. എന്നത് ഓർക്കുക, ഈ വെർബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുപോലെ ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ വെറുതെ SCRK അല്ല IES എന്നൊക്കെ ആയിരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതുമ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കും. അല്ലെ പാസ്റ്റ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും, അത് ഇരട്ടിച്ചിട്ടുണ്ടാകും, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.